നമസ്കാരം. ജനുവരി മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ്. ഈ സമയം ശുക്രൻ തന്റെ ഉച്ചസ്ഥിതിയായ മീനത്തിൽ പ്രവേശിക്കുന്നതിലൂടെ മാളവ്യ രാജയോഗം രൂപപ്പെടാൻ പോവുകയാണ്. ഈ വർഷം ആദ്യമായാണ് മാളവ്യ രാജയോഗം സംഭവിക്കുന്നത്. ഈ സമയം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് പൊതുഫലത്താൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ത്രിഗ്രഹ യോഗവും രൂപം കൊള്ളുന്നുണ്ട്. സൂര്യൻ, ബുധൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ കുംഭം രാശിയിൽ ഒരുമിച്ച് സഞ്ചരിച്ച് ത്രിഗ്രഹി യോഗം രൂപീകരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ബുധാദിത്യ രാജയോഗവും ജീവിതത്തിൽ വന്നു ചേരാം. വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത്രയും സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള ആ ഭാഗ്യ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല മേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ മേഖലകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ അവസരങ്ങൾ തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മികച്ചതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. കൂടാതെ ശരിയായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സഹപ്രവർത്തകർ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പിന്തുണ, ധനപരമായ ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർ മൂലം രൂപപ്പെട്ടു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സഹായങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായ ഒരു സമയം എന്ന പ്രത്യേകത ഈ സമയത്തിനുണ്ട്. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. കരിയറുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെ പരാമർശിക്കാം. ആരോഗ്യപരമായി അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ക്ഷേമം വളരെ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഏതൊരു കാര്യവും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ, വിജയങ്ങൾ നേടിയെടുക്കുവാൻ, വിജയങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. പ്രത്യേകിച്ചും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശക്തമായ പിന്തുണ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഉത്തരവാദിത്തങ്ങൾ പലതും ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ പോലും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം തന്നെ വളരെയധികം തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും. തർക്കങ്ങൾ വന്നു ചേരുന്നതായ തർക്കങ്ങളാണ് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം.
പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുടെയും പിന്തുണ ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. കൂടാതെ മനസ്സിന് സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ധനം അത് നിങ്ങളുടെ കൈവശം വന്നു ചേരാം. സഹായമായി ലഭിക്കുന്ന ധനമാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ലോൺ ചിട്ടി അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. ഈ സമയം പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രകടമാകുന്നു എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യയിലും ബിസിനസ് പരമായും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയം കൂടിയാകുന്നു. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. സൂര്യനും ബുധനും കന്നിയുടെ 5ാം ഭാവത്തിൽ ബുധാദിത്യ രാജയോഗം രൂപീകരിക്കുന്നതാകുന്നു. അതിനാൽ ഇവർക്ക് കരിയറിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ചെയ്യുന്നവർക്ക് പുരോഗതിയും വിജയങ്ങളും അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയരുവാൻ സാധിക്കുക. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ബിസിനസ് പരമോ തൊഴിൽപരമോ ആയാണ് എങ്കിൽ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഉദര സംബന്ധമായ രോഗങ്ങൾ, മറ്റ് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതായ സമയം കൂടിയാകുന്നു. കൂടാതെ അത്തരം കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ മുൻകൈ എടുക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, ആഗ്രഹിച്ചതായ ചില ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. തൊഴിൽപരമായും ബിസിനസ് പരമായും പൊതുവിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ്. അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് അല്പം പരിഹാരം, അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ചില സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഊർജവും സമയവും ഫലപ്രദമായി തന്നെ ഇവർക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. ചെയ്യുന്ന ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ വളരെയധികം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ശരിയായ രീതിയിലുള്ള പല അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പങ്കാളിയുമായി അനുകൂലമായ സാഹചര്യങ്ങൾ, അനുകൂലമായ സമയങ്ങൾ വന്നു ചേരാം. യാത്രകൾക്കുള്ള അവസരങ്ങൾ പോലും കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്കും കഠിനാധ്വാനത്തിലൂടെ അനുകൂലമായ ഫലങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. പലവിധ തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും മാതാപിതാക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മേലധികാരികളുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം വീടുകളിൽ നിലനിർത്തുവാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ, ഫലങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പല ജോലികളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സഹപ്രവർത്തകരുടെ സഹായത്തോടെ പല കാര്യങ്ങളും
ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം പ്രധാനമായും ഭാഗ്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആരോഗ്യപരമായും അല്പം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.